എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓസ്ട്രേലിയ അപ്ഡേറ്റ്സ് കാണുമ്പോൾ കാണുന്ന ഒരു ന്യൂസാണ്. വെസ്റ്റേൺ NSW ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്ട് നമ്മുടെ നഴ്സുമാർ ഒരുപാട് പേരെ വിളിക്കുന്ന വേക്കൻസി ഉണ്ട്. ഈവൻ 45 വയസ്സ് കഴിഞ്ഞ നഴ്സുമാർക്കും അപ്ലൈ ചെയ്യാനൊക്കെ. മെയിനായിട്ടും ഡാമ വിസയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം എന്താണ് ഡാമ വിസ, അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് കരുതി. ഡാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമൽ എഗ്രിമെന്റ് ആണ്. അതായത് നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റും ഡെസിഗ്നേറ്റഡ് ഏരിയ റെപ്രസെൻറ്റേറ്റീവും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. ഡെസിഗ്നേറ്റഡ് ഏരിയ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പം അത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി അതോറിറ്റി ആവാം, അല്ലെങ്കിൽ റീജിയണൽ അതോറിറ്റി ആവാം, ഏതുമാവാം. അപ്പോൾ ഇതിൽ 2 തലങ്ങളാണുള്ളത്. മെയിൻ എന്ന് പറയുന്നത് ഹെഡ് എഗ്രിമെന്റ്, ഗവൺമെന്റും ഡെസിഗ്നേറ്റഡ് ഏരിയ റെപ്രസെൻറ്റേറ്റീവ് തമ്മിലുള്ളത്. രണ്ടാമത്തത് ഈ ഹെഡ് എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള ഇൻഡിവിജ്വൽ എംപ്ലോയേഴ്സും ഡെസിഗ്നേറ്റഡ് ഏരിയ റെപ്രസെൻറ്റേറ്റീവും തമ്മിലുള്ള ഇൻഡിവിജ്വൽ ലേബർ എഗ്രിമെന്റ്. അപ്പം ഈ ഡാമ എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ സ്കിൽഡ് മൈഗ്രേഷൻ വഴിയോ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസർഷിപ്പ് വഴിയൊക്കെയാണല്ലോ ആൾക്കാർ ഓവർസീസ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം മെയിനായിട്ടും എംപ്ലോയർ സ്പോൺസർഷിപ്പ് കൂടുതൽ ഓഫർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവിടുത്തെ ലേബർ ഷോർട്ടേജ് നികത്താൻ ലോക്കലി ആൾക്കാരെ കിട്ടാതെ വരുമ്പോൾ ഓവർസീസിന് ആൾക്കാരെ സ്പോൺസർഷിപ്പ് വിസയായ 482, 494, 186 വഴി കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഡാമ എഗ്രിമെന്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൽഡ് മൈഗ്രേഷനും എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസയ്ക്ക് സർട്ടൺ ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, ലിമിറ്റ് 45 ആണ്. അപ്പോൾ ഡാമ എഗ്രിമെന്റ് പ്രകാരം അതിനൊക്കെ നമ്മൾ കുറച്ച് കൺസെഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം 45 വയസ്സിന് ശേഷം 45നും 52നും വയസ്സിന് ഇടയ്ക്കുള്ളവർക്കും ഈ എഗ്രിമെന്റ് പ്രകാരം എംപ്ലോയർ സ്പോൺസർഷിപ്പിലൂടെ വരാൻ സാധിക്കും. ഓസ്ട്രേലിയയിൽ ഇപ്പം നിലവിൽ 13 ഡാമ എഗ്രിമെന്റ്സ് ആണ് ഉള്ളത്. അപ്പം ഓരോ എഗ്രിമെന്റ്സിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓക്യുപ്പേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഇപ്പം നിലവിലുള്ള ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസോട് ഞാൻ കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് വെസ്റ്റേൺ NSW ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഹെൽത്ത് ഗവൺമെന്റ് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു 15 ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് ഉള്ളത്. അതിൽ 6 എണ്ണം കവർ ചെയ്യുന്നത് നമ്മുടെ സിഡ്നി മെട്രോപൊളിറ്റൻ റീജിയനിലാണ്. ബാക്കി 9 എണ്ണം കവർ ചെയ്യുന്നത് മെയിനായിട്ടും റൂറൽ റീജിയണൽ ന്യൂ NSW ആണ്. ഓക്കെ, അതിൽ വെസ്റ്റേൺ NSW എന്ന് പറയുന്നത് ഈ റൂറൽ റീജിയണൽ NSW പെടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വെസ്റ്റേൺ NSW ഇപ്പം യൂസ് ചെയ്തേക്കുന്ന ഈ ഡാമ എന്ന് പറയുന്നത് 13 എഗ്രിമെന്റ്സിനകത്ത് ഒറാന NSW എന്ന് പറയുന്ന മെയിൻ ഹെഡ് എഗ്രിമെന്റ് യൂസ് ചെയ്തിട്ടാണ് അത് പ്രകാരമാണ് ഇപ്പോൾ ഈ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നോർമലായിട്ടുള്ള, അതായത് ഈ 45 ഏജിന് താഴെയുള്ള നഴ്സുമാർക്ക് ഡാമ വിസയുടെ ആവശ്യമില്ല. അവർക്ക് നോർമലായിട്ട് തന്നെയുള്ള എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസ വഴി വരാം. ഈ 45 ഏജിന് മുകളിലേക്കുള്ള 45 to 52 വരെയുള്ള 52 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അവർ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടും 45നും 52നും ഇടയ്ക്കുള്ള ഏജിലുള്ള നഴ്സുമാർക്കും, അതായത് അവർ ആഫ്റ്റർ രജിസ്ട്രേഷന് ഓൾറെഡി കഴിഞ്ഞവരോ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യാൻ അതിനൊരു പ്രൊസീജിയറായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒറാന NSW ഹെഡ് ഡാമ എഗ്രിമെന്റിന്റെ പ്രകാരമാണ് വെസ്റ്റേൺ NSW ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്ട് നമ്മളെ ഇപ്പം ഈ വേക്കൻസിക്ക് വിളിച്ചിരിക്കുന്നത്. അത് ഒറാന റീജിയനിലുള്ള വെസ്റ്റേൺ NSWന്റെ ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ പെടുന്ന ഡിഫറെൻറ്റ് ഹോസ്പിറ്റലിലേക്കും ക്ലിനിക്കിലേക്കുമാണ് ഇപ്പോൾ ഈ വേക്കൻസി ഉള്ളത്. നിങ്ങൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. 52 വയസ്സോ 52 ജസ്റ്റ് കഴിഞ്ഞവരോ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. റീലൊക്കേഷൻ പാക്കേജും ഇൻസെൻറ്റീവ് സ്കീമും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.